കിച്ചൺ റെസിപ്പീസ് ഇൻ മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എളുപ്പത്തിൽ തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇതിനെ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് നെയ്യപ്പം എന്നാണ് പേരിട്ടിരിക്കുന്നത്. കാരണം നെയ്യപ്പത്തിൻ്റെ ലുക്കൊക്കെ ഉണ്ട്, പക്ഷെ നെയ്യപ്പമല്ല. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമായിരിക്കും ഇത്. ഇതിൻ്റെ ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. 1.5 കപ്പ് ഇഡ്ഡലി റൈസ് നന്നായിട്ട് കഴുകിയതിന് ശേഷം 3.5 മണിക്കൂർ നമുക്ക് കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്യാനാക്കി വെക്കാം. അതിനുശേഷം ആ വെള്ളമെല്ലാം ഡ്രെയിൻ ചെയ്ത് കളഞ്ഞതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന 1.5 കപ്പ് ഇഡ്ഡലി റൈസാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് എക്സ്ട്രാ വെള്ളം വേണം. അതേപോലെ തന്നെ നല്ല പഴുത്ത പഴം വേണം. നല്ല പഴുത്ത വലിയ ചിങ്ങമ്പഴമൊക്കെ ആണെങ്കിൽ ഒരെണ്ണം ഉപയോഗിച്ചാൽ മതിയാകും. അതല്ല നിങ്ങളുടെ കയ്യിൽ നല്ല പഴുത്ത ഞാലിപ്പൂവൻ പോലത്തെ പഴമൊക്കെ ആണെങ്കിൽ 2 or 3 ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും പഞ്ചസാര ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുക. 2 ബാച്ചായിട്ട് ചെയ്യണമെങ്കിൽ 2 ബാച്ചായിട്ട് ചെയ്യുക. അപ്പം നന്നായിട്ട് അടിച്ച് പേസ്റ്റ് ആക്കി എടുക്കുക. അപ്പോൾ വെള്ളം ചേർക്കുമ്പം അടിക്കാനായിട്ട് നമ്മൾ കുറച്ച് വെള്ളം ചേർക്കുമല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ ഏകദേശം ദോശമാവൊക്കെ പോലെ ഇരിക്കണം. അല്ലെങ്കിൽ ദോശമാവിനെല്ലാം ഒരു ഇത്തിരിയും കൂടെ കട്ടി കൂടിയാലും സാരില്ല, പക്ഷെ തീരെ കട്ടി കുറയാൻ പാടില്ല. അങ്ങനെയായിരിക്കണം ഇതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ അതിനുശേഷം നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ കറുത്ത എള്ളാണ് ഞാൻ ചേർക്കുന്നത്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കുമ്പം വേറെ 2-3 എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യും. പിന്നെ ബേക്കിംഗ് സോഡയൊക്കെ നമ്മൾ മാറ്റുകയും ചെയ്യാറുണ്ട്. നമ്മൾ സാധാരണ അത് ഫെർമെൻറ്റ് ചെയ്യാനാണ് വെക്കാറ്. 3-4 മണിക്കൂർ പുറത്ത് ഒരു വാം പ്ലേസിൽ ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കും. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്ന് തട്ടിക്കൂട്ടി ചെയ്യാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ സ്പീഡിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു പാനിൽ ആവശ്യം പോലെ എണ്ണയും നെയ്യും ചേർക്കാം. അപ്പോൾ നെയ്യും എണ്ണയും ഞാൻ പകുതിയാണ് വെച്ചിരിക്കുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ഫ്ലേവർ നമുക്കിതിൽ കിട്ടുള്ളൂ. എണ്ണ മാത്രം ഉപയോഗിച്ചാലും എണ്ണ മാത്രം ഉപയോഗിച്ചാലും അത്രയ്ക്കും വരില്ല. പിന്നെ നെയ്യ് മാത്രം ഉപയോഗിച്ചാലും അത്രയും ഫാറ്റാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നെയ്യും എണ്ണയും കൂടെ മിക്സ് ചെയ്ത് ഞാൻ ഇട്ടത്. ഓക്കെ, അപ്പോൾ അത് ചൂടായി കഴിയുമ്പം നമുക്കിതിലോട്ട് ഒരു കയ്യിൽ കൊണ്ട് ഒരു പിടി മാവ് ഇട്ട് കൊടുക്കുക. ഇതേപോലെ ശരിക്കും നമ്മൾ നെയ്യപ്പം ചെയ്യുന്ന പോലെ തന്നെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്. ഓവർ ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യുവാണെങ്കിൽ ചിലപ്പം അടിഭാഗം പുറം ഭാഗമൊക്കെ കരിഞ്ഞു പോകും, എന്നാൽ ഉൾഭാഗം വേവൂല. അതുകൊണ്ട് എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. അങ്ങനെ 2 സൈഡും പതുക്കെ വെടിയിച്ചെടുത്ത് 2 സൈഡും കുക്ക് ചെയ്തെടുക്കുക. ഒരു ബ്രൗൺ കളർ, ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. ഒരു പേപ്പർ ടവൽ വെള്ളമല്ല എക്സസ് എണ്ണയെല്ലാം അബ്സോർബ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് നേരെ ചൂടിൽ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ അന്ന് തന്നെ ഉണ്ടാക്കി കഴിക്കുമ്പോഴാണ് ഏറ്റവും നല്ലത്. പിറ്റേ ദിവസത്തേക്ക് നിങ്ങൾ വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആവി കയറ്റി വേണം ചെയ്യാനായിട്ട്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഏറ്റവും ബെസ്റ്റ് നമ്മൾ ഉണ്ടാക്കി അപ്പം തന്നെ എടുത്ത് കഴിക്കാനാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, അതിലൊരു സംശയമില്ല. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെൽ ഐക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.